സോ അപ്പം വീണ്ടും നമുക്ക് അങ്ങ് വടക്കുന്ന് ഒരു ടീസർ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബിജോയ് നമ്പ്യാർ നമ്മുടെ സോളോ ഒക്കെ ചെയ്ത ബിജോയ് നമ്പ്യാരുടെ ഒരു പുതിയ പടത്തിന്റെ ഒരു ടീസറാണ് തൂ യാ മേ എന്ന് പറഞ്ഞാൽ നീയോ ഞാനോ എന്നല്ലേ അതിന്റെ അർത്ഥം അല്ലേ? അതെ. സോ അപ്പോൾ അതിന്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്, പുള്ളിയുടെ പടത്തിനാണ്. അപ്പോൾ അതിന്റെ ടീസർ വന്നിട്ട് നമുക്ക് ടീസർ ഒന്ന് കണ്ടുനോക്കാം അല്ലേ? ആപ്പിളിന്റെ ഷനായ യാ അതാണ് യാ. കൊളാബോ അജിത്തിന്റെ ആളാണ് തോന്നുന്നു അല്ലേ? കൊളാബുള്ളി. ഓ മിസ് വാനിറ്റി. presence है ना अंदर में। मैंने पूछी थी फिर बहुत रेटिंग और just like भूखी ना। तो तूने क्या बोला? मैंने कहा तो यही होगी क्या बच्ची? മൂഡ് മാറിയല്ലോ. ഓ പൂള് ഡ്രെയിൻ ആയിപ്പോയോ? പയതാണോ? വീണ്ടും പോതല്ല. ഫ്രൈഡേ 13 ഫെബ്രുവരി 13 ഇതും വാലന്റൈൻ സ്പെഷ്യൽ ആണല്ലോ. എന്താണ് ഹൊറപ്പടോ വാലന്റൈൻ ഡേക്ക്? ക്രീച്ചർ ഇതിന്റെ പൂളിൽ മുതൽ വരുന്നത്. പൂളിലൊരു മുതല വന്നാൽ ഈസി ആയിട്ട് അതിനെ ആക്ച്വലി ഇതേ ലൈനിൽ ഒരു തായ്പടം ഉണ്ട്, ദി പൂൾ എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സ് കിടപ്പുണ്ട്. നമുക്കറിയത്തില്ല. അതിനകത്ത് സെയിം സാധനം തന്നെ ഇതേപോലെ പൂളിനകത്ത് മുതൽ വരുന്നത്. രണ്ടുപേരും കട്ടുപോകും. ഇനി അതിന്റെ ഷെയർ സർവൈവ് എന്നാണ് തമ്മിൽ കണ്ട. അതിന്റെ ഒഫീഷ്യൽ റീമേക്ക് ആയിരിക്കാം, ലൈക്ക് ഷെയർ ആൻഡ് സർവൈവ്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഒരു പൂള് ഡ്രെയിനായി പോകുന്നു, ആ പൂളിനകത്തൊരു മുതല വരുന്നു, ആ പൂളിൽ നിന്ന് തിരിച്ച് കയറാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ചെറിയ പടമാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളത് മേ ബി അറിയില്ല. കാരണം ഇത് ബിജോയ് നമ്പ്യാണ് ചെയ്യുന്നത്. ബിജോയ് നമ്പ്യയുടെ ഏറ്റവും പ്രത്യേകത നല്ലൊരു ഡയറക്ടറാണ്, നല്ല അടിപൊളി ഡയറക്ടറാണ്. പക്ഷേ ഭാഗ്യം എന്ന് പറയുന്ന സംഭവം തീരെയില്ല. എല്ലാ പടം ഫ്ലോപ്പാണ്. അതായത് നല്ല സിനിമകൾ ചെയ്തിട്ട് പോലും അത് ആൾക്കാരെ നല്ല രീതിയിൽ അംഗീകരിക്കാമെന്നില്ല. കാര്യം പുള്ളിയുടെ ഇപ്പൊ ഷെയ്ത്താൻ കഴിഞ്ഞിട്ട് പുള്ളിക്ക് ടൈമിംഗ് മിസ്. പുള്ളിയുടെ ഷെയ്ത്താനിന് ശേഷം പുള്ളിക്ക് നല്ല ഹിറ്റില്ല. ഇപ്പൊ പുള്ളിയുടെ വസീർ അടിപൊളി പടമാണ്. എനിക്ക് പിന്നെ പുള്ളിയുടെ സീരീസ് ഉണ്ട്, ഹണ്ട് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, ഓർമ്മയുണ്ട? അത് ഒരു സീരീസ് ഉണ്ട് പുള്ളിയുടെ ഹണ്ട്. ഇത് മറ്റേ ഏതൊരു നമ്മുടെ കൊറോണ ടൈമിൽ വന്ന സാധനം ഹണ്ട് എന്ന് പറഞ്ഞത്. മറ്റേ ഇതാണ് നമ്മുടെ അതിന്റെ പേര് പറഞ്ഞാലും കുറെ കുമാരോട് അഭിനയിച്ചോടല്ലോ മറ്റേ അവിടെ. എടാ ഇവർ ഈ പറഞ്ഞല്ലോ മറ്റേ ഹണ്ട് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടം ഇല്ലേ, അതേപോലെ തന്നെ ആൾക്കാരെ പറഞ്ഞ പോലെ ഇറക്കി വിട്ടേച്ച് ഹണ്ട് ചെയ്യാൻ പോകണം. അതിനെ ബേസ് ചെയ്തൊരു സീരീസ് ഉണ്ട് പുള്ളിയുടെ. അതുപോലെ ടൈഷ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ടൈഷ് ആക്ച്വലി സിനിമയാണ്, സീരീസ് 2 വർഷം ഉണ്ട് അതിന്. C5 കണ്ടെന്ന് ഇറങ്ങിയിരിക്കുന്നത്. ടൈഷ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതുകൂടാതെ സെയിം ആ സിനിമ തന്നെ സീരീസ് വേർഷനുണ്ട്, എപ്പിസോഡിക്കലായിട്ട്. അത് എപ്പിസോഡാകുമ്പോൾ അത് ലെങ്ത് കൂടുതലുണ്ട്, സിനിമ അതിൻ്റെ ഒരു ട്രിംഡ് വേഷം പോലെ. അത് കിടിലൻ പടമാണ്. ഞാൻ ആ സിനിമയാണ് കണ്ടത്, അത് അടിപൊളിയാണ്. ഞാനത് കണ്ടപ്പോൾ ഇത് കിടിലൻ സിനിമയാണല്ലോ. ഇത് നല്ല നമ്മൾ വിചാരിക്കുന്ന പ്രോപ്പർ നമുക്ക് ഈ ഹൈ കിട്ടുന്ന ടൈപ്പ്. ഓൺലൈൻ സിമ്പിളാ. ഒരു മെയിൻ ഗ്യാങ്സ്റ്ററിന് ഇമാരെ അടിക്കുന്നു, ആള് മാറി അടിക്കുന്നു, അങ്ങേറെ ആൾക്കാർ വന്നിട്ട് ഇമാരെ തപ്പി നടക്കുന്നു. പക്ഷെ അവിടെ ആ എന്തിനടിക്കുന്നു എന്നുള്ള എലമെന്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കുറച്ച് രസമുള്ള ഒരു പടം. അതായത് ഒരു ഫാമിലി അവരുടെ കല്യാണമാണ് അല്ലേ, ഫാമിലി അവരുടെ ടൈഷ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഭയങ്കര നോർമൽ ഒരു യൂഷ്വൽ, പക്ഷേ അവിടെ ഈ വില്ലൻ്റെ പെർസ്പെക്റ്റീവ് ഒരു കഥയുണ്ട്,
നായകൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് രണ്ടുപേരുടെ ഇമോഷനിൽ നമ്മൾ കണക്റ്റഡാണ്. നമുക്കിതിൽ ആര് ജയിച്ചാലും നമുക്ക് നഷ്ടമാണ് എന്ന് പറയുന്ന പോലെ. ഇത് വില്ലൻ ജയിച്ചാലും നായകൻ മരിക്കും, നായകൻ ജയിച്ചാൽ വില്ലൻ മരിക്കും. ഇവർ രണ്ടുപേരുടെ സ്റ്റോറിയോട് നമുക്കൊരു ഇമോഷൻ അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ അതാണ് അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു. ഈ പുള്ളി ആക്ച്വലി നമ്മുടെ ഉപേന്ദ്രയെ കുറിച്ച് ചിലർ പറയാറുണ്ട്. അതായത് സിനിമ കാണുമ്പോൾ നമ്മൾ അതുമായിട്ട് ഫുള്ളി കണക്ട് ആയിട്ടില്ലെങ്കിലും ഈ സിനിമ ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, ഈ പറയുന്ന പോലത്തെ ഐഡിയ, ഇത് രണ്ടുപേരുടെ കണക്ട് ആയ നിങ്ങൾ എങ്ങനെ ആ സാധനം അത് വെച്ചിട്ട് പ്ലേ ചെയ്യുന്ന ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഇങ്ങനെ വിജയ് നമ്പ്യാർ. എനിക്കൊന്ന് സിനിമ കുറെ കൂടി നായകന്റെ പെർസ്പെക്റ്റീവ് പോകുന്ന സാധനം തോന്നുന്നു. അല്ല സീരീസിനകത്ത് വില്ലന്റെ കഥ പറയുന്നത് തോന്നുന്നു. അല്ല, ഞാൻ കണ്ട പടത്തിനകത്ത് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ സീരീസ് കണ്ടോ, സിനിമ കണ്ടിട്ടില്ല. അത് സിനിമയിൽ അത് തന്നെയാണെന്ന് തോന്നുന്നു. പെർസ്പെക്റ്റീവ് അത് തന്നെ. സീരീസിനകത്ത് സ്റ്റാർട്ടിങ് വില്ലന്റെ കഥയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, സിനിമയ്ക്കകത്ത് പറഞ്ഞ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്, സിനിമയുടെ കട്ടിന് വ്യത്യാസമുണ്ട്. പക്ഷേ കഥ ഇത് തന്നെ, സെയിം സംഭവം തന്നെ. അതിനകത്ത് ഈ ഇമോഷനെ ഇവർ കൺവേ ചെയ്യുന്ന എലമെന്റ് ഇത് ഒന്ന് തന്നെ. പുള്ളിയുടെ അതുപോലെ സോളോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അന്ന് സോളോ ഞാൻ കണ്ടപ്പോൾ കൊള്ളാൻ വെറൈറ്റി ആയിരുന്നു. പക്ഷെ അത് അതിനകത്ത് എല്ലാ ചാപ്റ്ററും വർക്കായില്ലെങ്കിലും അത് കുറച്ച് അത് മാർക്കറ്റ് ചെയ്ത് ഇച്ചിരി കൊമേഴ്ഷ്യൽ പടം രീതി മാർക്കറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി അതിന്റെ ലാസ്റ്റത്തെ ചാപ്റ്റർ ആൾക്കാർക്ക് തീരെ ദഹിച്ചില്ല. പക്ഷെ അന്ന് എനിക്കത് ഭയങ്കര ഇത് കൊള്ളാലോ പരിപാടി എന്ന് തോന്നിയ സാധനമായിരുന്നു. അതെ, എല്ലാവർക്കും അതിന്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം അങ്ങനെയാണ്. അതെ. സോ അപ്പോൾ ബിജോയ് നമ്പ്യാരുടെ അടുത്ത ഒരു ശ്രമമാണ്. അറിയില്ല എന്താവുമെന്ന്. ഇത് റീമേക്ക് ആണോ കോപ്പിയാണോ അറിയത്തില്ല. അതറിയില്ല. ഇപ്പൊ പറഞ്ഞ പടമൊന്നും നമ്മൾ ഇവന്മാർക്ക് മേടിക്കാമല്ലോ സുഖമായിട്ട്. തായ്പടമല്ലേ, അത് ഈസി ആയിട്ട് മേടിക്കാന്നേ ഉള്ളൂ. പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടല്ലേടാ. ഹോളിവുഡ് മേടിച്ച് റീമേക്ക് ചെയ്യുന്നത് മരുവിനാണ്. മുതലയുടെ VFX ആണ് നമുക്കൊരു. അതെ, അത് നമ്മളിപ്പോൾ മുതലയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പടത്തിന്റെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അത് തന്നെ അതുപോലെ ആ പടത്തിലും മുതലയുടെ VFX ഉള്ളതില്ല. ടോപ്പ് സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് മുതല. അതെ. ഈ വർഷത്തെ ഏറ്റവും നല്ല അഭിനയത്തിന് അവാർഡ് വാങ്ങിക്കുന്നത് ഏറ്റവും കൂടുതൽ പടത്തെ അഭിനയിച്ച മുതല. അതെ, അവാർഡ് എല്ലാം മുതലേക്ക്. അതെ. അപ്പം നമുക്ക് നോക്കിയാൽ മതി. പടത്തിന്റെ ട്രെയിലർ വരട്ടെ. ട്രെയിലർ വരുമ്പോൾ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഇപ്പൊ നമ്മൾ ഇനിഷ്യലി കാണുമ്പോൾ കുറച്ചധികം ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ലൈഫിന്റെ 90% വേറെ സംഭവങ്ങൾ കാണിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് സെഗ്മെന്റ് പാട്ടായിരിക്കും. പാട്ടിപ്പോ സാധനമല്ല. ഏതാ ഇപ്പൊ ആദ്യം കാണിച്ച സംഭവം ഉണ്ട്. പാട്ടല്ല, ചിലപ്പോൾ പടത്തിനകത്ത് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പോർഷൻ ആയിരിക്കും. വൺസ് ഇത് പോയിന്റ് എത്തി കഴിഞ്ഞാൽ പിന്നെ ഈ സർവൈവ് എന്നുള്ള എവന്റ് ആയിരിക്കും പടം പോകണമെന്ന് അറിയില്ല നമുക്ക് എന്താണ്. ട്രെയിലർ വരുമ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും തോന്നുന്നു. നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആണ് പരിപാടി.